ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. ഞാനിതൊരു 2 കിലോ എല്ലുണ്ട് നല്ലപോലെ ഞുറുക്കി കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലിട്ട് വെച്ചേക്കുവാണ് വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പം ഇതിനകത്തോട്ട് വേണ്ടുന്ന ചേരുവകൾ കൂടെ ഇട്ട് നമുക്കൊന്ന് വിസിലടുപ്പിക്കാവേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി സബോളയൊക്കെ വഴറ്റാനായിട്ടുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളമൊന്ന് പറ്റാറുണ്ട്. തവേല വെള്ളം ഒന്ന് വെള്ളം പറ്റിയിട്ട് നമുക്കൊന്ന് അതൊക്കെ ഒന്ന് ചൂടാക്കാം. അപ്പം നമുക്ക് സബോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കടുക് മൊത്തം പൊട്ടിത്തീർന്നു. ഇത് ഞാൻ ഒരു 5 സബോളയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു മുഴുത്ത കുടം വെളുത്തുള്ളിയും കൂടിയാണ് ഇത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. നമുക്കിത് നല്ലപോലെ വഴറ്റി. അപ്പോൾ നമ്മുടെ സബോള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. പിന്നെ മീറ്റ് മസാല അതൊരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ വഴറ്റിയ ഈ മസാലകളും നമ്മുടെ സബോള വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മുടെ എല്ല് കഴുകി വെച്ച് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മസാലകളെല്ലാം ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ, ഞാൻ ഉപ്പ് കല്ലാണ്, ആവശ്യത്തിന് ഉപ്പ് കല്ലും കൂടെ ഇട്ട് ഞാൻ നല്ലപോലെ കൈ കൊണ്ട്, ഇച്ചിരി ചൂടുണ്ട് എന്നാലും നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുവാണേൽ നല്ലപോലെ പിടിച്ചോളൂ നമ്മുടെ എല്ലിനകത്ത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ല് ഞാൻ നല്ലപോലെ മസാലയെല്ലാം പുരട്ടി ഇളക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് അടച്ച് നല്ലപോലെ ഒരു 5-6 പീസിൽ അടുപ്പിക്കണം. കാരണം എല്ല് നല്ല വേവുള്ളതല്ലേ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നമുക്ക് അടുപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള കപ്പയാണിത്. ഇതൊരു 5 കിലോ കപ്പയുണ്ട് കേട്ടോ. നല്ല തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കൊത്തിയൊന്ന് എടുക്കാം. നമ്മുടെ കപ്പയെല്ലാം നല്ലപോലെ കൊത്തി ഞുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വേവിച്ച് അരപ്പൊക്കെ ചേർത്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഞാൻ മഞ്ഞൾ ചേർത്താണ് കപ്പ വേവിച്ച് വെച്ചേക്കുന്നത്. കപ്പ വെന്ത് ഊറ്റിയതാണിത്. ഞാൻ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞാണ് ഊറ്റിയത്. ഇനി നമുക്ക് നമ്മുടെ കാന്താരി മുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ചത് നമ്മുടെ ഈ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഞാൻ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണിത്. നമുക്കിത് നല്ലപോലെ കപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പേ വെച്ച് ഒന്നുകൂടി ഇതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഞാൻ കപ്പയിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും
കരിയാപ്പിലയും കൂടെ ചതച്ച് കപ്പയിലിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ല് വെന്ത് കണ്ടോ, നല്ല എല്ലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത എല്ല് വേണ്ട ഇരിപ്പുണ്ട്. നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ കപ്പയ്ക്കകത്തോട്ട് ഞാൻ എല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടുപ്പേ വെച്ച് ഒന്നുകൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ വേണ്ട കപ്പ ബിരിയാണി ഇളക്കി മറിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മുടെ ആ വെളിച്ചെണ്ണയുടെ രുചിയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ്. നമുക്കിനി ഒന്ന് നല്ലപോലെ വെളിച്ചെണ്ണയും കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അടുത്ത നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഡെക്കറേഷനാണ് കേട്ടോ. ഇതേണ്ടേ ഞാനൊരു 2 സബോള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മുടെ ഇതിനകത്തിട്ടുണ്ട്. കാരണം നമ്മൾ കപ്പ ബിരിയാണിയുടെ കൂടെ ഈ സബോള കൊത്തി അരിഞ്ഞ സബോളയും കൂടെ കൂട്ടി കപ്പ ബിരിയാണി തിന്നുവാണ് നല്ല സ്വാദാണ്. ഞാൻ മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വേണ്ട കപ്പ ബിരിയാണി റെഡി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരാം. ബൈ.